നമസ്കാരം, ജനീ മീഡിയയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോകളൊന്നും നമ്മൾ ഇടുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുക. കുറേയധികം വിഷയങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ആ വിഷയങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ പോലും നമുക്ക് ഇടാൻ സാധിച്ചില്ല. കുറച്ച് എൻ്റെ തിരക്കുകൾ, പിന്നെ യാത്രകളിൽ വരുന്ന ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ, സൗണ്ടും ആയി വരുന്നേ ഉള്ളൂ. പൊതുവെ ഇപ്പോഴത്തെ ഒരു ജലദോഷം ഒക്കെ വരുമ്പോൾ ശ്രദ്ധയില്ലായ്മയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള പ്രശ്നം. പലരും ചോദിക്കുന്നത് എന്ത് പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് യാത്രകൾ, ക്ലാസ്സുകളുള്ളതുകൊണ്ട് യാത്രകൾ നിർത്താൻ പറ്റത്തില്ല. പിന്നെ മാറി മാറിയുള്ള വെള്ളത്തിൻ്റെ കുടിയൊക്കെ ആകുമ്പോൾ പ്രശ്നങ്ങൾ വരാം. പക്ഷേ അവിടെയും നമ്മൾ ഉപേക്ഷിക്കാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്. ജപം, ധ്യാനം, മെഡിറ്റേഷൻ, നമ്മുടെ ദേവതകളുടെ കാര്യങ്ങൾ, പൂജകൾ, ഇതിലൊന്നും നമുക്ക് ഉപേക്ഷ വിചാരിക്കുന്നു. ഇത് ഉപേക്ഷ വിചാരിക്കുന്നതല്ല. ഇതിന് കുറച്ച് സമയം കണ്ടെത്താനും, കൂടാതെ നമുക്ക് ശബ്ദം നമുക്ക് അനുകൂലമായിരുന്നാലേ നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ സാധിക്കും. എന്തായാലും ദൈവകൃപയാൽ ആയി വരുന്നു. അപ്പം ഇന്ന് നമുക്ക് ധ്യാനത്തെ പറ്റി കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാം. ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ക്ലാസ് കൊടുക്കണുണ്ടോ, എങ്ങനെയാണ് ഫീസ്? ഞാൻ ഫീസിൻ്റെ കാര്യങ്ങളോ ക്ലാസ്സിൻ്റെ കാര്യങ്ങളോ അല്ല ഇവിടെ സംസാരിക്കുന്നത്. ധ്യാനം എന്തിനു വേണ്ടി? ധ്യാനം ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ബാധിക്കുമോ? കുടുംബജീവിതത്തിൽ അത് പ്രയോജനം ചെയ്യുമോ? സ്ട്രെസ്, സ്ട്രെയിന്, നമ്മുടെ ഡിപ്രഷനൊക്കെ മാറാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ധ്യാനത്തിന് ഒരു വലിയ, അല്ലെങ്കിൽ മെഡിറ്റേഷന് വലിയൊരു റോളുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത്, വളരെ കുലങ്കുഷിതമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത്, വളരെ അനിയന്ത്രിതമായിട്ട് നമുക്ക് തിരക്കുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറേ ടെൻഷൻസ് വരുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ ധ്യാനം തന്നെയാണ്, മെഡിറ്റേഷൻ തന്നെയാണ്. എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഏത് രീതിയിലുള്ള ധ്യാന അവസ്ഥയാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും. ഡിപ്രഷനിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നത് ഈശ്വര കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ക്ഷേത്രങ്ങളിൽ പോയി കണ്ണടച്ച് ധ്യാനിച്ചിരിക്കാനൊക്കെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു പീസ്, ഒരു ശാന്തത മനസ്സിലേക്ക് വരും. ധ്യാനം നമ്മളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും, ധ്യാനം നമ്മളുടെ ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കാനും, ധ്യാനം നമ്മളുടെ ക്യാരക്ടറിനെ ഡിറ്റർമിനേറ്റ് ചെയ്ത് ക്യാരക്ടറിനെ നല്ല പക്വതയാക്കാനും ഒക്കെ സഹായിക്കാറുണ്ട്. ഒരു ഡിപ്രഷനിലിരിക്കുന്ന വ്യക്തി നിരന്തരമായി ധ്യാനം ശീലിക്കുകയാണെങ്കിൽ മനോചേതോ വികാരങ്ങളൊക്കെ മാറി അവൻ ആ ഒരു ധ്യാനത്തിൻ്റെ ആ ഒരു സൗകുമാര്യതയിലും ആ ഒരു ആനന്ദത്തിലും മാറാറുണ്ട്. പലപ്പോഴും ശ്രീ രവിശങ്കർജിയുടെയൊക്കെ ധ്യാനം ഒക്കെ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ യോഗയിൽ ധ്യാനം. നമുക്ക് ആ ഒരു ധ്യാനാവസ്ഥയിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പീസ്, ആനന്ദം, സമാധാനം. വലിയ സങ്കീർണമായ പ്രശ്നമാണെങ്കിലും നമ്മൾ കണ്ണടച്ച് 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു സ്വസ്ഥതയും ആനന്ദവും കിട്ടുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെയാണ് യോഗിമാരും മുനിമാരും ഒക്കെ കുറേ യുഗങ്ങളോളം, കാലാന്തരങ്ങളോളം, സമയങ്ങളോളം ഒക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ടുണ്ട്. ഹിമാലയത്തിലൊക്കെ യോഗി മെഡിറ്റേഷൻ അറ്റ് ഹിമാലയം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞിനകത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് കാണാം വർഷങ്ങളായിട്ട്. പക്ഷേ അദ്ദേഹത്തിനെ അതൊന്നും ബാധിക്കത്തില്ല. കാരണം നമ്മുടെ ഈ ലെവല് വിട്ട് നമ്മൾ അതിൻ്റെയും മേലെ ആ ഒരു തലത്തിലേക്ക് എത്തുന്നതാണ് ധ്യാനത്തിൻ്റെ അവസ്ഥ. പല രീതിയിലുള്ള മെഡിറ്റേഷൻ പ്രോസസ്സുകളുണ്ട്. പല ആചാര്യന്മാർ, പല ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന പല രീതിയിലുള്ള മെഡിറ്റേഷൻ പ്രോസസ്സ് ഉണ്ട്. പക്ഷേ ഏത് മെഡിറ്റേഷൻ പ്രോസസ്സ് ആണെങ്കിലും നമുക്കൊരു ടെൻഷൻ ഉള്ളപ്പോഴേ, നമുക്കൊരു പ്രശ്നമുള്ളപ്പോഴേ, ശാരീരികമായി ബുദ്ധിമുട്ടുള്ളപ്പോഴേ, മാനസികമായി ബുദ്ധിമുട്ടുള്ളപ്പോഴേ ഒക്കെ ഈ ധ്യാന മുറകൾ ശീലിക്കാം. നല്ലതാണ്. ധ്യാനം ആരോഗ്യത്തിന് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്, മനസ്സിന് നല്ലതാണ്. ഒരു മനുഷ്യൻ ആരോഗ്യമായി ഇരിക്കണമെങ്കിൽ അവൻ്റെ ശരീരം ഭൗതികമായും ആത്മീയമായും ശുദ്ധിയായിരിക്കണം, മനസ്സ് ഭൗതികമായും ആത്മീയമായി ശുദ്ധിയായിരിക്കണം, അവൻ്റെ സമൂഹം ശുദ്ധമായിരിക്കണം, ആധ്യാത്മികമായ കാര്യങ്ങൾ ശുദ്ധമായിരിക്കണം. ഇതൊക്കെയാണെങ്കിൽ മനുഷ്യൻ എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കും. അല്ലെ? പണവും പ്രതാപവും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല മനുഷ്യ ജീവിതത്തിൽ വേണ്ടത്, സമാധാനമാണ്. ഇന്ന് ഒട്ടുമിക്ക കുടുംബങ്ങളിൽ ഇല്ലാത്ത സമാധാനമാണ്. ഇപ്പം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ, അതിനടുത്തുള്ള കോൺസെൻട്രേഷൻ കൂടാൻ, കൂടുതൽ അവർ ജാഗരൂകരായി പഠിക്കാനൊക്കെ ധ്യാനം ഉപയോഗിക്കും. ധ്യാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചെറിയ
എൻ്റെ ചെറിയ ചെറിയ അറിവുകളാണ്, ഞാനിതിൽ വലിയ ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ നന്മകളും ചെറിയ ചെറിയ അറിവുകളും ധ്യാനത്തിലൂടെ നേടിയ കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് സംവദിക്കാം. ധ്യാനം നല്ലൊരു പ്രോസസ്സാണ്. മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാലും, സെൽഫ് മെഡിറ്റേഷൻ പോലും നിങ്ങൾക്ക് സെൽഫ് ബൂസ്റ്റിംഗ് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ബൂസ്റ്റ് ചെയ്യുന്നു, സമൂഹത്തിന് നന്മ ചെയ്യുന്നു, നമ്മുടെ ഓറയും ചക്രയും എല്ലാം ഊർജ്ജസ്വലമാക്കുന്നു. നമുക്ക് ഓറയുണ്ട്, ചക്രയുണ്ട്, സാങ്കല്പികമല്ല, നമുക്ക് ശരീരത്തിലെല്ലാം ഉള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ ഊർജ്ജസ്വലമാക്കാനും ധ്യാനം നല്ലതാണ്. ധ്യാനം ശീലിക്കൂ, ധ്യാനം പരിശീലിക്കൂ. ധ്യാനം വഴി ആനന്ദവും സന്തോഷവും സമാധാനവും നേടൂ. നന്ദി, നമസ്കാരം.